ഹ്യൂമൻ റീപ്രൊഡക്ഷൻ എന്നുള്ള ചാപ്റ്ററിൽ നിന്നും നമ്മുടെ എക്സാമിന് വരാൻ ചാൻസ് ഉള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സും ആണ്. അപ്പോൾ ഇതിൻ്റെ ആദ്യത്തെ ഭാഗം നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ കാണാത്തവർക്കായി ആ വീഡിയോയുടെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് വരുന്നതായിരിക്കും. നമുക്ക് നമ്മുടെ ബാക്കി ക്വസ്റ്റ്യൻസ് നോക്കാം. ഇവിടെ ഒരു ഡയഗ്രാം തന്നിട്ടുണ്ട്. ഓവം സറൗണ്ടഡ് ബൈ സ്പേംസ്, അതായത് ഓവും അതിനോട് ചുറ്റപ്പെട്ട് കാണുന്ന കുറച്ച് സ്പേംസും. ഇതിൻ്റെ ഒരു ഡയഗ്രമാറ്റിക് റെപ്രസെൻറ്റേഷൻ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇത് ബേസ് ചെയ്തുകൊണ്ട് നമുക്ക് 2 ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഐഡൻറ്റിഫൈ എ ആൻഡ് ബി. അപ്പോൾ നിങ്ങൾ ഈ ഒരു ഡയഗ്രാം ലാബിൽ ചെയ്യാനായിട്ട് പഠിക്കുക. ഐഡൻറ്റിഫൈ എ ആൻഡ് ബി. എ എന്ന ലാബിൽ ചെയ്തിട്ടുള്ള ഭാഗം പെരിവിറ്റലൈൻ സ്പേസ് ആണ്. ഓക്കെ, ദെൻ ബി ഈസ് സോണ പെലൂസിഡ. ഈ 2 പോർഷൻസും കറക്റ്റായിട്ട് ലാബിൽ ചെയ്യാൻ പഠിക്കുക. ഇത് മാത്രമല്ല ബാക്കിയുള്ള ഭാഗങ്ങളും ഈ ഡയഗ്രാം നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുണ്ട്. കറക്റ്റായിട്ട് ലാബിൽ ചെയ്യാൻ പഠിക്കുക. ദെൻ മറ്റൊരു ക്വസ്റ്റ്യൻ കൂടി ഇതിൽ ചോദിച്ചിട്ടുണ്ട്. റൈറ്റ് ദ ഫങ്ഷൻ ഓഫ് ബി. ബി ഏതായിരുന്നു? സോണ പെലൂസിഡയാണ് അല്ലേ. അപ്പോൾ സോണ പെലൂസിഡ ഫങ്ഷനാണ് അടുത്തതായിട്ട് ചോദിച്ചിട്ടുള്ളത്. സോണ പെലൂസിഡ അതിൻ്റെ ഫങ്ഷൻ എന്താണെന്നുള്ളത് നോക്കാം. ഇറ്റ് പ്രിവെൻറ്റ് ദ എൻട്രി ഓഫ് ഫെർദർ സ്പേംസ് ആഫ്റ്റർ ഫെർട്ടിലൈസേഷൻ. നമുക്കറിയാം ഒരു ഓവത്തിൻ്റെ ഉള്ളിലേക്ക് ഒരു സ്പേം മാത്രമേ എൻട്രി ഉള്ളൂ. ബാക്കി ഒരുപാട് സ്പേംസ് ഉണ്ടാവും. പക്ഷേ അതിൻ്റെ എൻട്രിയെ അവിടെ പ്രിവെൻറ്റ് ചെയ്ത് നിർത്തുക എന്നുള്ള ഫങ്ഷനാണ്. ഓവത്തിനകത്തേക്ക് ബാക്കിയുള്ള സ്പേംസിനെ എൻട്രി ചെയ്യാതെ അതിനെ അവിടെ പ്രിവെൻറ്റ് ചെയ്ത് നിർത്തുക എന്നുള്ള കാര്യമാണ് ആര് ചെയ്യുന്നത്? സോണ പെലൂസിഡ ചെയ്യുന്നത്. ഓക്കെ, ദെൻ അടുത്ത ക്വസ്റ്റ്യൻ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്. ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഫസ്റ്റ് മെൻസ്ട്രുവേഷൻ ഇൻ എ ഫീമെയിൽ ബിഗിൻസ് അറ്റ് പ്യൂബർട്ടി ആൻഡ് ഇസ് കോൾഡ് ആസ് മിനാർക്ക്. ദെൻ അടുത്തൊരു ക്വസ്റ്റ്യൻ, ദ എൻഡ് ഓഫ് വുമൻസ് മെൻസ്ട്രുവൽ സൈക്കിൾ ഈസ് കോൾഡ് ഡാഷ്. അതായത് നമുക്കറിയാം ഒരു ഏകദേശം 45 ഏജ് ആകുമ്പോഴേക്കും ഈ ഒരു മെൻസ്ട്രുവേഷൻ ഫീമെയിൽസിൽ നിൽക്കാറുണ്ട്. ഇതിനെ പറയുന്ന പേരാണ് മെനപ്പോസ്. ഓക്കെ, അപ്പോൾ 2 ക്വസ്റ്റ്യൻസും ഒന്ന് പഠിക്കുക. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, mitotic division of zygote results in the formation of blastomeres is called dash. It is cleavage. അടുത്ത question, during luteal phase of the menstrual cycle Graafian follicle transforms into dash. I repeat, during luteal phase of menstrual cycle Graafian follicle transforms into dash. അതായത് മെൻസ്ട്രൽ സൈക്കിളിൻ്റെ ല്യൂട്ടിയൽ ഫേസിൽ ഗ്രാഫിയൻ ഫോളിക്കിൾ എന്തായിട്ട് മാറുന്നുണ്ട്? കോർപ്പസ് ല്യൂട്ടിയമായിട്ട് മാറുന്നുണ്ട്. ഓക്കെ, അതായത് ഗ്രാഫിയൻ ഫോളിക്കിളിനകത്താണ് ഓവം ഉള്ളത്. ഓവം പുറമേക്ക് വന്നു കഴിഞ്ഞാൽ ഈ ഒരു ഗ്രാഫിയൻ ഫോളിക്കിൾ പിന്നീട് എന്തായിട്ട് മാറും? കോർപ്പസ് ല്യൂട്ടിയമായിട്ട് മാറും. അടുത്ത ക്വസ്റ്റ്യൻ, റൈറ്റ് ദ ഫങ്ഷൻസ് ഓഫ് ദ ഫോളോയിങ് സ്ട്രക്ചേഴ്സ് ഇൻ ഹ്യൂമൻ റീപ്രൊഡക്ഷൻ. അതായത് ഇവിടെ കുറച്ച് കാര്യങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ലെഡിക് സെൽസ്, കോർപ്പസ് ല്യൂട്ടിയം, സെർട്ടോളി സെൽസ്. ഈ 3ൻ്റെയും ഫങ്ഷൻസ് ആണ് ചോദിച്ചിട്ടുള്ളത്. ഹ്യൂമൻ റീപ്രൊഡക്ഷന് ഈ 3ൻ്റെയും ഫങ്ഷനാണ് ചോദിച്ചിട്ടുള്ളത്. ഫസ്റ്റ് വൺ, ലെഡിക് സെൽ. ലെഡിക് സെല്ലിൻ്റെ ഫങ്ഷൻ എന്താണെന്നുള്ളത് നോക്കാം. സിന്തസിസ് ആൻഡ് സെക്രീറ്റ് ആൻഡ്രോജൻസ് വിച്ച് പ്ലേസ് എ വെരി ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ സ്പെർമാറ്റോജനസിസ്. അതായത് ലെഡിക് സെല്ലിൻ്റെ ഫങ്ഷൻ എന്താണ്? സിന്തസൈസ് ആൻഡ് സെക്രീറ്റ് ആൻഡ്രോജൻ. ആൻഡ്രോജൻ എന്ന് പറയുന്ന ഹോർമോണിനെ സിന്തസൈസ് ചെയ്യാനും അത് സെക്രീറ്റ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്നു. ഓക്കെ, അതായത് ലെഡിക് സെൽസിൽ നിന്നും എന്ത് സെക്രീറ്റ് ചെയ്യുന്നു? ആൻഡ്രോജൻസ് സെക്രീറ്റ് ചെയ്യുന്നു. ഈ ആൻഡ്രോജൻ സ്പെർമാറ്റോജനസിസിന് സഹായിക്കുന്നു. സ്പെർമാറ്റോജനസിസ് എന്ന് പറഞ്ഞാൽ സ്പേം ഫോർമേഷൻ ആണ്, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട് അല്ലേ. ദെൻ കോർപ്പസ് ല്യൂട്ടിയത്തിൻ്റെ ഫങ്ഷൻ എന്താണ്? സെക്രീറ്റ് പ്രൊജസ്ട്രോൺ വിച്ച് ഇസ് എസെൻഷ്യൽ ഫോർ ദ മെയിൻ്റനൻസ് ഓഫ് എൻഡോമെട്രിയം. യൂട്രസിൻ്റെ 3 ലെയേഴ്സ് ഉണ്ട്. ഏതൊക്കെയായിരുന്നു? എൻഡോമെട്രിയം, മയോമെട്രിയം, പെരിമെട്രിയം. ഇതിൽ എൻഡോമെട്രിയം മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് എന്താവശ്യമാണ്? ഈ ഒരു പ്രൊജസ്ട്രോൺ എന്ന് പറയുന്ന ഹോർമോൺ ആവശ്യമാണ്. ഇത് സെക്രീറ്റ് ചെയ്യുന്നത് എവിടെ നിന്നാണ്? കോർപ്പസ് ല്യൂട്ടിയത്തിൽ നിന്നാണ്. ദെൻ തേർഡ് വൺ, സെർട്ടോളി സെൽസ്. സെർട്ടോളി സെൽസിൻ്റെ ഫങ്ഷൻ, ഇറ്റ് പ്രൊവൈഡ് ന്യൂട്രീഷൻ ടു ദ ജേം സെൽ ഓർ ഇറ്റ് പ്രൊവൈഡ് ന്യൂട്രീഷൻ ടു ദ സ്പേം. ഓക്കെ, ഡെവലപ്പ് ചെയ്യുന്ന സ്പേമിന് ആവശ്യമായിട്ടുള്ള ന്യൂട്രീഷൻ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ള ഫങ്ഷനാണ് സെർട്ടോളി സെൽസിന് ഉള്ളത്.
അപ്പോൾ നമ്മളിവിടെ 3 കാര്യങ്ങളുടെ ഫങ്ഷൻസ് ആണ് നോക്കിയത്. ലെഡിക് സെൽസിൻ്റെ ഫങ്ഷൻ എന്തായിരുന്നു? ഇറ്റ് സിന്തസൈസ് ആൻഡ് സെക്രീറ്റ് ആൻഡ്രോജൻ. ആൻഡ്രോജന് സ്പൊമാറ്റോജെനസിസിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റോളുണ്ട്. ദെൻ കോർപ്പസ് ലൂട്ടിയത്തിൻ്റെ ഫങ്ഷൻ നമ്മൾ പറഞ്ഞു, സെക്രീറ്റ് പ്രൊജസ്ട്രോൺ. പ്രൊജസ്ട്രോണിൻ്റെ ഫങ്ഷൻ എന്തായിരുന്നു? ഇറ്റ് ഈസ് എസെൻഷ്യൽ ഫോർ ദ മെയിൻ്റനൻസ് ഓഫ് എൻഡോമെട്രിയം. ഓക്കെ, കോർപ്പസ് ലൂട്ടിയത്തിൻ്റെ ഫങ്ഷൻ എന്തായിരുന്നു? ഇറ്റ് സെക്രീറ്റ് പ്രൊജസ്ട്രോൺ which is essential for the maintenance of endometrium. Then അടുത്തത് സെർട്ടോളി സെൽസ് ആണ്. സെർട്ടോളി സെൽസിൻ്റെ ഫങ്ഷൻ ഇറ്റ് പ്രൊവൈഡ് ന്യൂട്രീഷൻ ടു ദ ജേം സെൽ ഓർ സ്പേം. ഓക്കെ, സ്പേമിന് വളരാൻ ആവശ്യമായിട്ടുള്ള ന്യൂട്രീഷൻ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ള ഫങ്ഷനാണ് സെർട്ടോളി സെൽസിന് ഉള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ, സെക്സ് ഓഫ് ദ ചൈൽഡ് ഈസ് ഡിറ്റർമൈൻഡ് ബൈ ഫാദർ. സബ്സ്റ്റാൻഷിയേറ്റ് ദ സ്റ്റേറ്റ്മെൻറ്റ്. കഴിഞ്ഞ ക്ലാസ്സിലും നമ്മൾ ഇതിൻ്റെ ഈ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. അപ്പോൾ അത് ഈ ഒരു രീതിയിലും ചോദിക്കാം. അതായത് ഉണ്ടാവാൻ പോകുന്ന കുട്ടി ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ എന്നുള്ളത് ഡിറ്റർമൈൻ ചെയ്യുന്നത് ശരിക്കും ഫാദറാണ്. ഇറ്റ് ഈസ് ഡിറ്റർമൈൻഡ് ബൈ ഫാദർ. ഓക്കെ, അതെന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? അപ്പോൾ അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതിൻ്റെ ആൻസറാണ് നമ്മൾ നോക്കുന്നത്. നമുക്കറിയാം, മെയിൽ വിൽ ഹാവ് 2 സെക്സ് ക്രോമസോംസ്, ദാറ്റ് ഈസ് എക്സ് ആൻഡ് വൈ. ഓക്കെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു എക്സ് ടൈപ്പ് സ്പേംസും ഉണ്ട്, വൈ ടൈപ്പ് സ്പേംസും ഉണ്ട്. എന്നാൽ ഫീമെയിലാണെങ്കിലോ എക്സ് ടൈപ്പ് മാത്രമേ ഉള്ളൂ. ഓക്കെ, ഫീമെയിൽ വിൽ ഹാവ് എക്സ് ആസ് ദെയർ സെക്സ് ക്രോമസോംസ്. ദസ് മെയിൽ ക്യാൻ ഡൊണേറ്റ് എയ്തർ എക്സ് ഓർ വൈ. അതുകൊണ്ട് തന്നെ മെയിൽ ഒന്നെങ്കിൽ എക്സ് കൊടുക്കാം അല്ലെങ്കിൽ വൈ കൊടുക്കാം. പക്ഷെ ഫീമെയിൽ എപ്പോഴും എക്സ് മാത്രമേ കൊടുക്കുന്നുള്ളൂ, അല്ലേ? അപ്പോൾ മെയിൽ എക്സ് ആണ് കൊടുത്തതെങ്കിൽ ഫീമെയിലിൻ്റെ എക്സും ചേർന്ന് എക്സ് എന്ന് വരും. എക്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അത് ഫീമെയിലാണ്, അല്ലേ? പക്ഷേ മെയില് വൈ ടൈപ്പ് സ്പേം, വൈ ക്രോമസോമുള്ള സ്പേമാണ് മെയിലിൻ്റെതെങ്കിൽ അതുമായിട്ട് ഫ്യൂസ് ചെയ്യുക എക്സ് ടൈപ്പ് ക്രോമസോമുള്ള ഓവായിരിക്കും, അല്ലേ? അപ്പോൾ എക്സ് വൈ എന്ന് വന്നു കഴിഞ്ഞാൽ അത് മെയിലായിരിക്കും. ഓക്കെ, ദസ് വി ക്യാൻ സേ ദാറ്റ് സെക്സ് ഡിറ്റർമൈനിങ് chromosome is given by males. Hence, they are responsible for the sex of the children. അതിൻ്റെ ഒരു ഡയഗ്രമാറ്റിക് റെപ്രസെൻറ്റേഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഫാദർ എക്സ് വൈ, അല്ലേ? ഫാദറിൽ എക്സ് ടൈപ്പ് ക്രോമസോം ഉണ്ടാവും, വൈ ടൈപ്പ് ക്രോമസോമുള്ള സ്പേമും ഉണ്ടാവും. ഐ റിപ്പീറ്റ്, ഫാദറിൽ എക്സ് ടൈപ്പ് ക്രോമസോമുള്ള സ്പേമും ഉണ്ടാവും, വൈ ടൈപ്പ് ക്രോമസോമുള്ള സ്പേമും ഉണ്ടാവും. പക്ഷേ മദറിൽ എപ്പോഴും എക്സ് ടൈപ്പ് ക്രോമസോമുള്ള ഓവം മാത്രമേ ഉണ്ടാവുള്ളൂ. ഓക്കെ, അപ്പോൾ ഇവിടെ കാണിച്ചിട്ടുണ്ട് ആ ക്രോസ് ഒന്ന് നോക്കുക. എക്സ്, ഫാദറിൻ്റെ എക്സും മദറിൻ്റെ എക്സും ആണെങ്കിൽ ആദ്യത്തേത് ഫീമെയിൽ ചൈൽഡായിരിക്കും വരാം, അല്ലേ? പക്ഷേ ഫാദറിൻ്റെ വൈയും മദറിൻ്റെ എക്സും ആണെങ്കിലോ എക്സ് വൈ എന്ന് വരും. അപ്പോൾ അതൊരു ആൺകുട്ടിയായിരിക്കും, സൺ എന്ന് അവിടെ എഴുതിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു ക്രോസും കൂടി ജസ്റ്റ് ഒന്ന് വരച്ച് വെച്ചാൽ മതി. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ സ്പേമിയോജനസിസ് ആൻഡ് സ്പേമിയേഷൻ. സ്പേമിയോജനസിസും സ്പേമിയേഷനും ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താണ് നോക്കാം. സ്പേമിയോജനസിസ് is a process of transforming spermatids into mature sperm. അല്ലേ? സ്പെർമാറ്റിഡ്സ് മെച്ചോ സ്പേമായിട്ട് മാറുന്നതിനെയാണ് എന്ത് പറയുന്നത്? സ്പേമിയോജനസിസ് എന്ന് പറയുന്നത്. ദെൻ സ്പേമിയേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? sperms get attached to Sertoli cells to draw nourishment and finally release from the seminiferous tubules by a process called as spermiation. ഓക്കെ, അതായത് ഈ ഒരു സെമിനിഫറസ് ട്യൂബ്യൂളിൽ നിന്നും സ്പേംസ് റിലീസ് ചെയ്ത് വരുന്ന പ്രോസസ്സിനെ പറയുന്ന പേരാണ് സ്പെർമിയേഷൻ. Sperms get attached to the Sertoli cells to draw nourishment and finally release from the seminiferous tubules. അതായത് സെമിനിഫറസ് ട്യൂബ്യൂൾസിലുള്ള സെർട്ടോളി സെൽസിൽ നിന്നാണ് സ്പേംസിന് വളരാൻ ആവശ്യമായിട്ടുള്ള ന്യൂട്രീഷൻ ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു സെമിനിഫറസ് ട്യൂബ്യൂൾസിലുള്ള സെർട്ടോളി സെൽസിൻ്റെ ആ ഒരു ഭാഗത്ത് നിന്നും സ്പേംസ് കുറച്ച് കഴിഞ്ഞാൽ അത് എന്താവും? അവിടെ നിന്ന് റിലീസ് ചെയ്ത് വരും. ഈ ഒരു പ്രോസസ്സിനെ പറയുന്ന പേരാണ് സ്പെർമിയേഷൻ. Sperms get attached to Sertoli cells to draw nourishment and finally release from the seminiferous tubules by the process called as spermiation. ഇപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ ക്ലിയർ അല്ലേ? സ്പെർമിയോജനസിസ് എന്ന് പറഞ്ഞാൽ സിമ്പിളാണ്, ഇത്രയേ ഉള്ളൂ. സ്പെർമാറ്റിഡ്സ് സ്പേമായിട്ട് മെച്ചൂർ സ്പേമായിട്ട് മാറുന്നതാണ് സ്പെർമിയോജനസിസ്. ഓക്കെ, ദെൻ സ്പെർമിയേഷൻ എന്ന് പറഞ്ഞാലോ സ്പേംസ് എവിടെ അറ്റാച്ച് ചെയ്ത് നിൽക്കുന്നുണ്ടാവും? സെമിനിഫറസ് ട്യൂബ്യൂൾസിലുള്ള സെർട്ടോളി സെൽസിൽ അറ്റാച്ച് ചെയ്ത് നിൽക്കുന്നുണ്ടാവും. കുറച്ച് കഴിഞ്ഞാൽ ഈ സെമിനിഫറസ് ട്യൂബ്യൂൾസിൽ നിന്നും സ്പേംസ് റിലീസ് ചെയ്ത് വരും. ആ ഒരു പ്രോസസ്സിനെ പറയുന്ന പേരാണ് സ്പെർമിയേഷൻ.
ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ദ വാൾ ഓഫ് യൂട്രസ് ഹാസ് 3 layers. നമുക്കറിയാം 3 layers ഉണ്ട് യൂട്രസിന്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു അല്ലേ. അപ്പോൾ അത് ബേസ് ചെയ്തുകൊണ്ട് 3 ക്വസ്റ്റ്യൻസ് ഇവിടെ ചോദിച്ചിട്ടുണ്ട്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, നെയിം ദ 3 layers ഓഫ് യൂട്രൈൻ വാൾ. 3 layers ഏതൊക്കെയാണ്? പെരിമെട്രിയം, മയോമെട്രിയം, എൻഡോമെട്രിയം. ഓക്കെ, പെരിമെട്രിയം എന്ന് പറഞ്ഞാൽ ഔട്ടർ മോസ്റ്റ് ലെയർ ആണ്. ദെൻ എൻഡോമെട്രിയം എന്ന് പറഞ്ഞാൽ ഇന്നർ മോസ്റ്റ് ലെയർ ആണ്. ഇതിൻ്റെ രണ്ടിൻ്റെയും ഇടയിലായിട്ട് കാണുന്ന ലെയർ ആണ് മയോമെട്രിയം. ഓക്കെ, മിഡിൽ ലെയർ ആണ് മയോമെട്രിയം. ദെൻ ഒരു ബി ക്വസ്റ്റ്യൻ കൂടി അതിൽ കാണാം. വിച്ച് ലെയർ ഈസ് ഗ്ലാൻഡുലാർ ആൻഡ് അണ്ടർഗോ സൈക്ലിക് ചേഞ്ചസ് ഡ്യൂറിങ് മെൻസ്ട്രൽ സൈക്കിൾ. മെൻസ്ട്രൽ സൈക്കിളിൽ സൈക്ലിക് ചേഞ്ചസിന് വിധേയമാകുന്ന ലെയർ ഏതാണ്? എൻഡോമെട്രിയമാണ്. ദെൻ സി ക്വസ്റ്റ്യൻ, വിച്ച് ലെയർ അണ്ടർഗോസ് സ്ട്രോങ് കൺട്രാക്ഷൻ ഡ്യൂറിങ് പാർച്യുറേഷൻ. നമുക്കറിയാം ഡെലിവറി നടക്കുന്ന സമയത്ത് യൂട്രസ് കൺട്രാക്റ്റ് ചെയ്യാം അല്ലേ. യൂട്രസ് കൺട്രാക്റ്റ് ചെയ്യുമ്പോഴാണ് കുഞ്ഞ് പുറമേക്ക് വരുന്നത്. അപ്പോൾ ഈ കൺട്രാക്റ്റ് ചെയ്യുന്ന ലെയർ ഏതാണ്? യൂട്രസിൻ്റെ ഏത് ലെയറാണ് കൺട്രാക്റ്റ് ചെയ്യുന്നത്? ഏത് ലെയറാണ്? മയോമെട്രിയമാണ്. അപ്പോൾ ഇത് മാറിപ്പോവാതെ പഠിക്കുക കേട്ടോ. അതായത് ഈ ഒരു ക്വസ്റ്റ്യൻ ഒരിക്കൽ കൂടി പറയാം. 3 ലെയേഴ്സ് ഏതൊക്കെയാണ്? പെരിമെട്രിയം, മയോമെട്രിയം, എൻഡോമെട്രിയം. യൂട്രസിൻ്റെ 3 ലെയേഴ്സ്. ഇനി ഇതിൽ വിച്ച് ലെയർ ഈസ് ഗ്ലാൻഡുലാർ ആൻഡ് അണ്ടർഗോ സൈക്ലിക് ചേഞ്ചസ് ഡ്യൂറിങ് മെൻസ്ട്രൽ സൈക്കിൾ? എൻഡോമെട്രിയം. ഓക്കെ, എൻഡോമെട്രിയം, മെൻസ്ട്രൽ സൈക്കിൾ അങ്ങനെ ഓർത്ത് വയ്ക്കുക കേട്ടോ. ദെൻ പാർച്യുറേഷൻ ടൈമിൽ കൺട്രാക്റ്റ് ചെയ്യുന്നത്, സ്ട്രോങ് കൺട്രാക്ഷൻ ഡ്യൂറിങ് പാർച്യുറേഷൻ, ഏത് ലെയറാണ്? മയോമെട്രിയമാണ്. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ, റൈറ്റ് എനി 4 ഡിഫറൻസ് ബിറ്റ്വീൻ സ്പെർമാറ്റോജനസിസ് ആൻഡ് ഊജനസിസ്. സ്പെർമാറ്റോജനസിസും ഊജനസിസും തമ്മിലുള്ള ഡിഫറൻസ് ആണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇതിൽ ഒരുപാട് പോയിൻറ്റ്സ് കൊടുത്തിട്ടുണ്ട്. ഒരു 4 പോയിൻറ്റ്സ് പഠിക്കുക. സ്പെർമാറ്റോജനസിസും ഊജനസിസും. സ്പെർമാറ്റോജനസിസ് എവിടെയാണ് നടക്കുന്നത്? മെയിലിലാണ് നടക്കുന്നത്, ടേക്സ് പ്ലേസ് ഇൻ മെയിൽ. ഊജനസിസ് ടേക്സ് പ്ലേസ് ഇൻ ഫീമെയിൽ. ഓക്കെ, നോക്കാം നമുക്ക്. സ്പെർമാറ്റോജനസിസ് ഇറ്റ് ഒക്കർ ഇൻ മെയിൽസ് ടു പ്രൊഡ്യൂസ് മെയിൽ ഗാമീറ്റ് ഓർ സ്പേംസ്. അതായത് സ്പേം പ്രൊഡക്ഷൻ ആണ് സ്പെർമാറ്റോജനസിസ്. ഊജനസിസ് എന്താണ്? ഇറ്റ് ഒക്കേഴ്സ് ഇൻ ഫീമെയിൽ ടു പ്രൊഡ്യൂസ് ഫീമെയിൽ ഗാമീറ്റ് ഓർ ഓവം. ഓവം പ്രൊഡക്ഷൻ ആണ് ഊജനസിസ്. ദെൻ സ്പെർമാറ്റോജനസിസിലെ അടുത്ത പോയിന്റ്, സ്പെർമറ്റോഗോണിയം സെൽസ് പ്രൊഡ്യൂസ് സ്പേം ഇൻ ദിസ് പ്രോസസ്. ഈ ഒരു ഇതിൽ സ്പെർമാറ്റോജനസിസിൽ സ്പെർമാറ്റോഗോണിയം സെൽസ് എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നു? സ്പേം പ്രൊഡ്യൂസ് ചെയ്യുന്നു. ദെൻ ഊജനസിസിൽ ഊഗോണിയ സെൽസ് പ്രൊഡ്യൂസ് ഓവം. ഓക്കെ, ഊഗോണിയ സെൽസ് ആണ് ഓവം അഥവാ എഗ്ഗ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ അടുത്ത പോയിന്റ് സ്പെർമാറ്റോജനസിസിൽ, ഇൻ ദിസ് പ്രോസസ് ദ പ്രൈമറി oocyte ഈസ് ഡിവൈഡഡ് ബൈ മിയോസിസ് ആൻഡ് റിസൾട്ട് ഇൻ 2 secondary spermatocyte. But in the case of oogenesis, the primary oocyte is divided by the process of meiosis and result in oocytes and a polar body. Okay, ഇനി സ്പെർമാറ്റോജനസിസിൽ അടുത്ത പോയിന്റ് ഓർത്ത് വയ്ക്കുക. ദിസ് പ്രോസസ് ഒക്കേഴ്സ് ഇൻ ദ ടെസ്റ്റസ് ഓഫ് മെയിൽ. ടെസ്റ്റസിലാണത് നടക്കുന്നത്. oogenesis occurs in the ovaries of female. The next point, spermatogenesis അടുത്ത പോയിന്റ് ഓർക്കേണ്ടത്, മോട്ടൈൽ ഗാമേറ്റ്സ് പ്രൊഡ്യൂസ് ബൈ ദിസ് പ്രോസസ്. അതായത് സ്പേംസ് എന്ന് പറയുന്ന ഗാമേറ്റ് അല്ലെ, സ്പേമിന് മൂവ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. മോട്ടൈലാണ്, മൂവ്മെൻറ്റിനുള്ള കപ്പാസിറ്റി ഉണ്ട്. എന്നാൽ ഊജനസിസിൽ ഉണ്ടാവുന്ന ഗാമേറ്റ് ഓവത്തിന് സ്വയം മൂവ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഇല്ല, നോൺ മോട്ടൈലാണ്. പക്ഷേ അത് നമുക്കറിയാം ഫെലോപ്പിയൻ ട്യൂബിനകത്തൂടെ മൂവ് ചെയ്ത് പോകുന്നത് അതിൻ്റെ ഉള്ളിലുള്ള സീലിയ, ചെറിയ ചെറിയ സീലിയകൾ ഇതിങ്ങനെ തട്ടി തട്ടി കൊണ്ടുപോകുന്നതാണ്. ഒറ്റയ്ക്ക് ഓവത്തിന് മൂവ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഇല്ല, നോൺ മോട്ടൈലാണ് ഓവം. അപ്പോൾ അത് ഓർത്ത് വയ്ക്കുക. ദെൻ ലാസ്റ്റ് പോയിന്റ്, സ്പെർമാറ്റോജനസിസ് ഒക്കേഴ്സ് ആഫ്റ്റർ പ്യൂബർട്ടി ആൻഡ് ലാസ്റ്റ് അൺടിൽ ഡെത്ത്. അതായത് പ്രായപൂർത്തിയായതിനു ശേഷമാണ് സ്പെർമാറ്റോജനസിസ്, സ്പേം ഫോർമേഷൻ നടക്കുന്നത്. മരണം വരെയും ഇത് തുടരുന്നുണ്ട്. പക്ഷേ ഊജനസിസിനൊരു ഡിഫറൻസ് ഉണ്ട്. The very initial stage occurs during the fetal period and other stages occur after puberty. ഓക്കെ, നമുക്കറിയാം അതായത് ഒരു ഫീമെയിലിന് ആവശ്യമായിട്ടുള്ള കംപ്ലീറ്റ് ഊഗോണിയയും ഫീറ്റൽ സ്റ്റേജിൽ തന്നെ ഉണ്ടാവുന്നുണ്ട്. പക്ഷേ അതിന് പ്യൂബർട്ടി കഴിയുമ്പോൾ മാത്രമാണ് അതിന് മെച്ചുറേഷനും ബാക്കിയുള്ള പ്രോസസ്സുകളും ഒക്കെ നടക്കുന്നത്. ഓക്കെ, ദ പ്രോസസ് ലാസ്റ്റ് അൺടിൽ മെനോപോസ് ഒക്കേഴ്സ്. അതായത് മെനോപോസ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? മെൻസ്ട്രുവേഷൻ അവസാനിക്കുന്നതാണ് അല്ലേ. ഒരു 45 ഇയറൊക്കെ ആകുമ്പോഴേക്കും, ഏകദേശം ആ ഒരു ഏജ് ആകുമ്പോഴേക്കും എന്താവുന്നു? മെൻസ്ട്രുവേഷൻ അവസാനിക്കുന്നു.
ഓക്കെ, എന്നാൽ സ്പെർമറ്റോജനസിസിൽ കേസിൽ എങ്ങനെയാണ് നമ്മൾ പറഞ്ഞ സ്പേം ഫോർമേഷൻ ഒരു മെയിൽ മരിക്കുന്നത് വരെയും എന്ത് ചെയ്യുന്നുണ്ട്, അത് തുടരുന്നുണ്ട്. പക്ഷേ ഫീമെയിലിൽ ഈ ഒരു ഓവം പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് ഓഗോണിയ ഫീറ്റൽ സ്റ്റേജിൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു പ്രോസസ്സ് ഊജനിസിസ് എന്നുള്ള പ്രോസസ്സ് എപ്പോൾ അവസാനിക്കുന്നു, മെനപ്പോസ് എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ എത്തുമ്പോൾ തന്നെ ഈ ഒരു ഊജനസിസ് എന്ന് പറയുന്ന പ്രോസസ്സ് അവസാനിക്കുന്നുണ്ട്. അതായത് മരണം വരെ ഇത് തുടരുന്നില്ല. ഓക്കെ, അപ്പോൾ ഇതിന് വീണ്ടും ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല. ഇത്രയും ഡിഫറൻസ് ഒന്ന് കറക്റ്റായിട്ട് പഠിച്ചു വയ്ക്കുക. ഇതിലൊരു 4 ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് നിങ്ങൾ പഠിച്ചാൽ മതി. അത്രയും എക്സാമിന് ചോദിക്കുള്ളൂ. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ, ഇൻ വിമൺ സം ഹോർമോൺസ് ആർ സെക്രീറ്റഡ് ഓൺലി ഡ്യൂറിങ് പ്രഗ്നൻസി. നെയിം എനി സച്ച് ഹോർമോൺസ്. അതായത് പ്രഗ്നൻസി എന്നുള്ള കണ്ടീഷൻ ഉണ്ടാകുമ്പോൾ മാത്രം ഫീമെയിൽസിൽ ചില ഹോർമോൺസ് ഉണ്ടാവുന്നുണ്ട്. ഏതൊക്കെയാണ് ഹോർമോൺസ് എന്നുള്ളതൊന്ന് പഠിച്ചു വയ്ക്കുക. ഒരു 3 ഹോർമോൺസിൻ്റെ പേര് പഠിക്കാം. ഹ്യൂമൻ കോറിയോണിക് ഗൊണാഡോട്രോപ്പിൻ, ഹ്യൂമൻ പ്ലാസെൻ്റൽ ലാക്ടജൻ, റിലാക്സിൻ. ഏതൊക്കെയാണ്? ഹ്യൂമൻ കോറിയോണിക് ഗൊണാഡോട്രോപ്പിൻ, ഹ്യൂമൻ പ്ലാസെൻ്റൽ ലാക്ടജൻ ആൻഡ് റിലാക്സിൻ. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ, the embryo with 8 to 16 blastomeres is called dash. Answer is morula. The embryo with 8 to 16 blastomeres is morula. The milk produced during the initial few days of lactation is called dash. അതായത് ഡെലിവറി കഴിഞ്ഞ ആദ്യത്തെ ആ ഒരു ആഴ്ചയിൽ അല്ലെങ്കിൽ ആദ്യത്തെ ഒരു 3 ദിവസങ്ങളിലൊക്കെ ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന മിൽക്കിനെ പറയുന്ന പേര് എന്താണ്? കൊളസ്ട്രം. ഓക്കെ, അപ്പോൾ ഈ ഒരു കൊളസ്ട്രം എന്ന് പറയുന്ന ആ ഒരു ടേം ഓർത്ത് വയ്ക്കുക. കൊളസ്ട്രം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ കൊളസ്ട്രം ഈ മിൽക്കിലുള്ളത് കൊണ്ടാണ് കുഞ്ഞിന് ആവശ്യമായിട്ടുള്ള ഇമ്മ്യൂണിറ്റി ലഭിക്കുന്നത്. കൊളസ്ട്രത്തിലൂടെ കുഞ്ഞിന് ആവശ്യമായിട്ടുള്ള ഇമ്മ്യൂണിറ്റി ലഭിക്കുന്നുണ്ട്. ഓക്കെ, ദെൻ ഇങ്ങനെ ഒരു ടേബുലാർ കോളം നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. ഇത് ഒന്നുകൂടി ഒന്ന് തെറ്റാതെ കറക്റ്റായിട്ട് പഠിച്ചു വയ്ക്കുക. ഇത് എക്സാമിന് ഇമ്പോർട്ടൻ്റ് ആണ്. മാച്ച് ദ ഫോളോയിങ് ടൈപ്പായിട്ടോ അല്ലെങ്കിൽ 1 മാർക്ക് ക്വസ്റ്റനായിട്ടോ ഒക്കെ ചോദിക്കാം. അതായത് പ്രഗ്നൻസിയുടെ ആ ഒരു അവസ്ഥയിൽ ഓരോ മന്തിലും ഉണ്ടാവുന്ന ചേഞ്ചസ് ആണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, എംബ്രിയോണിക് ഡെവലപ്മെൻറ്റിനെ കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത്. നോക്കാം. ഫസ്റ്റ് മന്ത് ആകുമ്പോഴേക്കും ഹാർട്ട് സൗണ്ട് നോട്ടേസ്ഡ് യൂസിങ് സ്റ്റെതസ്കോപ്പ്. അതായത് ഹാർട്ട് ബീറ്റ് ചെയ്യാനായിട്ട് തുടങ്ങും. ആദ്യത്തെ മാസം തന്നെ കുഞ്ഞിൻ്റെ ഹാർട്ട് ബീറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നു. ദെൻ സെക്കൻഡ് മന്ത് ഓഫ് പ്രഗ്നൻസി ആകുമ്പോഴേക്കും ലിംസും ഡിജിറ്റുകളും ഒക്കെ, ലിംബ് എന്ന് പറഞ്ഞാൽ എന്താണ്? കൈകളും കാലുകളും ഒക്കെ അല്ലേ, ഇത് ഫോം ചെയ്യുന്നു. ദെൻ ഡിജിറ്റ്, വിരലുകളെല്ലാം ഫോം ചെയ്യുന്നു. ദെൻ തേർഡ് മന്ത് എന്ന് പറയുമ്പോൾ 12 വീക്സ് ആയിട്ടുണ്ടാവും ഏകദേശം. അതിന് ഇപ്പോൾ ഇത്രയും ആദ്യത്തെ 3 മാസത്തെ നമുക്കറിയാം ഫസ്റ്റ് ട്രൈമസ്റ്റർ എന്നാണ് പറയാം. ഈ ഒരു സമയമാകുമ്പോഴേക്കും ഇൻറ്റേർണൽ ഓർഗാൻസ് ഒക്കെ ഫോം ചെയ്തിട്ടുണ്ടാവും. മേജറായിട്ടുള്ള ഓർഗാൻസ് ഒക്കെ ഫോം ചെയ്തിട്ടുണ്ടായിരിക്കും. മേജർ ഓർഗാൻസ് ഒക്കെ ഫോം ചെയ്തിട്ടുണ്ടാവും. ദെൻ 5th മന്ത് ആകുമ്പോഴേക്കും ഫസ്റ്റ് മൂവ്മെൻറ്റ് ഓഫ് ദ ഫീറ്റസ് ആൻഡ് അപ്പിയറൻസ് ഓഫ് ഹെയർ ഓൺ ഹെഡ്. അതായത് ഫീറ്റസ് മൂവ് ചെയ്യാൻ തുടങ്ങും. ഓക്കെ, അതുപോലെ തന്നെ തലയിൽ ഹെയർ ഫോം ചെയ്യാനായിട്ട് തുടങ്ങും. ദെൻ 6th മന്തിൽ 24 വീക്കാവും. അപ്പോഴേക്കും അതിന് 6th മന്ത് ആകുമ്പോഴേക്കും ആദ്യത്തെ 3 മാസം ഫസ്റ്റ് ട്രൈമസ്റ്റർ, വീണ്ടും അടുത്ത 4, 5, 6 ആ മാസങ്ങളെ ഒരുമിച്ച് സെക്കൻഡ് ട്രൈമസ്റ്റർ എന്ന് പറയും. 7, 8, 9 ആ മാസങ്ങളെ ഒരുമിച്ച് തേർഡ് ട്രൈമസ്റ്റർ എന്ന് പറയും. ഓക്കെ, അപ്പോൾ 6th മന്ത് ആകുമ്പോൾ ബോഡി ഈസ് കവേർഡ് വിത്ത് ഫൈൻ ഹെയർസ്. അതായത് ശരീരത്തിൻ്റെ പുറമേ ആയിട്ട് ചെറിയ ചെറിയ രോമങ്ങൾ കാണാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഐലിഡ്സ് അല്ലേ, കൺപോളകൾ സെപ്പറേറ്റ് ചെയ്ത് വരും. ദെൻ ഐ ലാഷസ് ആർ ഫോംഡ്, പുരികങ്ങളൊക്കെ ഫോം ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, ദെൻ 9th മന്ത് ആകുമ്പോഴേക്കും ഫീറ്റസ് ഈസ് ഫുള്ളി ഡെവലപ്ഡ് ആയിട്ടുള്ള ഒരു ഫീറ്റസ് ആയിട്ട് മാറും. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഓരോ മന്തിലും ഉള്ള ചേഞ്ചസ് ഒന്ന് കറക്റ്റായിട്ട് പഠിക്കുക. ദെൻ അടുത്തതായിട്ട് പറയുന്നത് ഇവൻസ് ഇൻ ഹ്യൂമൻ റീപ്രൊഡക്ഷൻ. ഇത് നമ്മുടെ ഈ ഒരു ചാപ്റ്ററിൽ ഫസ്റ്റ് പഠിക്കുന്ന കാര്യമാണ് ഇവൻസ് ഇൻ ഹ്യൂമൻ റീപ്രൊഡക്ഷൻ. ഇത് സാധാരണ നമ്മളിവിടെ 8 ഇവൻറ്റുകൾ കൊടുത്തിട്ടുണ്ട്. ഗാമീറ്റോജനസിസ്, ഇൻസെമിനേഷൻ, ഫെർട്ടിലൈസേഷൻ, സൈഗോഡ് ഫോമേഷൻ, ബ്ലാസ്റ്റോസിസ് ഡെവലപ്മെൻറ്റ്, ഇംപ്ലാന്റേഷൻ, ജസ്റ്റേഷൻ, പാർച്ചുറിഷൻ. ഇങ്ങനെ 8 ഇവൻറ്റ്സ് കൊടുത്തിട്ടുണ്ട്. സാധാരണ ഇത് ചോദിക്കുക, ഇതിൻ്റെ ഫ്ലോ ചാർട്ടായിട്ട് ചോദിക്കാം. ഇവൻറ്റ്സ് ഇൻ ഹ്യൂമൻ റീപ്രൊഡക്ഷൻ്റെ ഫ്ലോ ചാർട്ട് ചോദിക്കാം. അല്ലെങ്കിൽ ഇത് ഓർഡർ അല്ലാതെ ഇൻകറക്റ്റ് ഓർഡറിൽ ഇത് തന്നിട്ട് നിങ്ങളോട് ഇത് കറക്റ്റ് ചെയ്യാനായിട്ട് ചോദിക്കാം. അല്ലെങ്കിൽ ഫ്ലോ ചാർട്ടിൽ ഏതെങ്കിലും ഭാഗങ്ങളൊക്കെ പോയിട്ട് അല്ലെങ്കിൽ അത് നിങ്ങളോട് കംപ്ലീറ്റ് ചെയ്യാനായിട്ടും ചോദിക്കാം. ഓക്കെ, അപ്പോൾ ആ രീതിയിലൊക്കെ ഇവിടെ നിന്ന് ക്വസ്റ്റ്യൻ വരാം. ഇനി അതൊന്നും അല്ലെങ്കിൽ ഇതിൽ നിന്ന് ഓരോന്നും 1 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ടും ചോദിക്കാറുണ്ട്.
ഇംപ്ലാന്റേഷനൊക്കെ ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇംപ്ലാന്റേഷനോ ഫെർട്ടിലൈസേഷനൊക്കെ. ഓക്കെ, അപ്പോൾ നമുക്ക് ഓരോന്നും നോക്കാം. ഗ്യാമീറ്റോജനസിസ്. ഫസ്റ്റ് വൺ ഈസ് ഗ്യാമീറ്റോജനസിസ്. സിമ്പിളായിട്ട് പറഞ്ഞാൽ ഫോർമേഷൻ ഓഫ് ഗ്യാമീറ്റ്. ഗ്യാമീറ്റ് എന്താണ്? ഒന്നുകിൽ സ്പേം ആവാം, മെയിലിൻ്റെ കേസിൽ സ്പേം ആണ്, ഫീമെയിലിൻ്റെ കേസിൽ ഓവമാണ്. ഓക്കെ, അപ്പോൾ ഇത് ഫോം ചെയ്യുന്നതിനെയാണ്, ഓവവും സ്പേമും ഒക്കെ ഫോം ചെയ്യുന്നതിനെയാണ് ഗ്യാമീറ്റോജനസിസ് എന്ന് പറയുന്നത്. ദെൻ സെക്കൻഡ് വൺ ഈസ് ഇൻസെമിനേഷൻ. ഇൻസെമിനേഷൻ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, ട്രാൻസ്ഫർ ഓഫ് ഗ്യാമീറ്റ് ഇൻ ടു ഫീമെയിൽ ജെനൈറ്റൽ ട്രാക്ട്. ദെൻ തേർഡ് വൺ ഈസ് ഫെർട്ടിലൈസേഷൻ. ഫെർട്ടിലൈസേഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ ഫ്യൂഷൻ ഓഫ് സ്പേം ആൻഡ് ഓവം ഓർ ഫ്യൂഷൻ ഓഫ് ഗ്യാമീറ്റ്സ്. ദെൻ ഫോർത്ത് വൺ ഫോർമേഷൻ ഓഫ് സൈഗോട്ട്, അതായത് സൈഗോട്ട് ഫോം ചെയ്യുന്നു. ദെൻ ഫിഫ്ത്ത് വൺ ഡെവലപ്മെൻറ്റ് ഓഫ് ബ്ലാസ്റ്റോസിസ്റ്റ്. സിക്സ്ത് വൺ ഇംപ്ലാന്റേഷൻ. ഇംപ്ലാന്റേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഇത് ഒന്ന് പഠിക്കുക. അറ്റാച്ച്മെൻറ്റ് ഓഫ് ബ്ലാസ്റ്റോസിസ് ടു ദ യൂട്രൈൻ വാൾ, അതായത് യൂട്രസിൻ്റെ വാളിൽ പോയിട്ട് എന്ത് അറ്റാച്ച് ചെയ്ത് നിൽക്കുക? ബ്ലാസ്റ്റോസിസ്റ്റ് അറ്റാച്ച് ചെയ്ത് നിൽക്കുക. ഓക്കെ, അതിനാണ് ഇംപ്ലാന്റേഷൻ എന്ന് പറയുന്നത്. ഇത് നടന്നില്ല, ഇങ്ങനെ ഒരു അറ്റാച്ച് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ എന്ത് സംഭവിക്കും? അബോർഷൻ സംഭവിക്കും. ഓക്കെ, അപ്പോൾ അവിടെ അറ്റാച്ച് ചെയ്ത് നിന്നിട്ടാണ് പിന്നീട് അതൊരു കുഞ്ഞായിട്ട് മാറുന്നത്. അതിൻ്റെ ഇന്നർ സെൽമാസ് ആണ് ഈ ഡിഫറൻഷിയേറ്റ് ഇൻ ടു എംബ്രിയോ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട് അല്ലേ. ദെൻ നെക്സ്റ്റ് വൺ ഈസ് ജസ്റ്റേഷൻ, ഡെവലപ്മെൻറ്റ് ഓഫ് ദി എംബ്രിയോ. ദെൻ ലാസ്റ്റ് വൺ പാർച്ചുറിഷൻ. പാർച്ചുറിഷൻ മീൻസ് ഡെലിവറി ഓഫ് ദി ബേബി. ഓക്കെ, ഇത്രയും പോയിൻറ്റ്സ് ആണ് ഇവൻറ്റ്സ് ഇൻ ഹ്യൂമൻ റീപ്രൊഡക്ഷനിൽ വരുന്നത്. അപ്പോൾ ഇത്രയും പോയിൻറ്റ്സ് കറക്റ്റ് ആ ഒരു ഓർഡറിൽ തന്നെ പഠിക്കുക കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, ആംനിയോസെൻറ്റസിസ് ഫോർ സെക്സ് ഡിറ്റർമിനേഷൻ ഈസ് ലീഗലി ബാൻഡ് നൗ. അതായത് ആംനിയോസെൻറ്റസിസ് എന്ന് പറയുന്ന ടെക്നിക്ക് ഇപ്പോൾ ബാൻ ചെയ്തിട്ടുണ്ട്, ലീഗലി ബാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതുമായി ബേസ് ചെയ്ത് രണ്ട് ക്വസ്റ്റ്യൻസ് ഇവിടെ ചോദിച്ചിട്ടുണ്ട്. ഇത് പല രീതിയിൽ ചോദിക്കാറുണ്ട്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു 2 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇതിൽ 2 ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ആംനിയോസെൻറ്റസിസ്? എന്താണ് ആംനിയോസെൻറ്റസിസ്? ആംനിയോസെൻറ്റസിസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്രയേ ഉള്ളൂ, ഇറ്റ് ഈസ് ദ പ്രീനേറ്റൽ മെഡിക്കൽ പ്രൊസീജിയർ ദാറ്റ് ഈസ് യൂസ്ഡ് ടു ഡിറ്റർമൈൻ സർട്ടൻ മെറ്റബോളിക് ഡിസോർഡേഴ്സ്. ദിസ് മെത്തേഡ് ക്യാൻ ഓൾസോ ബി യൂസ്ഡ് ടു ഡിറ്റർമൈൻ ദ സെക്സ് ഓഫ് ദി അൺബോൺ ഫീറ്റസ്. അതായത് ശരിക്കും ഈ ഒരു ആംനിയോസെൻറ്റസിസ് യൂസ് ചെയ്യുന്നത് ഉണ്ടാവാൻ പോകുന്ന കുഞ്ഞിന് എന്തെങ്കിലും മെറ്റബോളിക് ഡിസോർഡേഴ്സോ എന്തെങ്കിലും ജനറ്റിക് ഡിസോർഡേഴ്സോ ഒക്കെ ഉണ്ടോ എന്നുള്ളത് തിരിച്ചറിയുന്നതിന് വേണ്ടിയിട്ടാണ്. പക്ഷേ പിന്നീട് ഇത് മിസ്യൂസ് ചെയ്യാനായിട്ട് തുടങ്ങി. അതായത് ഈ ഒരു ആംനിയോസെൻറ്റസിസിലൂടെ കുഞ്ഞ് ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ എന്നുള്ളതും കൂടി അറിയാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത് മിസ്യൂസ് ചെയ്യാൻ തുടങ്ങിയതോടുകൂടി ഫീമെയിൽ ചൈൽഡ് ആണെങ്കിൽ കൂടുതലായിട്ട് ഫീമെയിൽ ഫീറ്റിസൈഡ്സിൻ്റെ നമ്പർ ഇൻക്രീസ് ചെയ്തു. ഓക്കെ, പെൺ ഭ്രൂണഹത്യ ഇൻക്രീസ് ചെയ്തു. പെൺകുട്ടിയാണെങ്കിൽ അതിനെ കൂടുതലായിട്ട് അബോർഷനും കാര്യങ്ങളൊക്കെ വരുന്നതായിട്ട് കണ്ടു. അങ്ങനെയാണിത് എന്ത് ചെയ്യുന്നത്? ബാൻ ചെയ്യുന്നത്. ഫീമെയിൽ ഫീറ്റസ് ആണെങ്കിൽ അതിനെ അബോർട്ട് ചെയ്യാനും തുടങ്ങി. ദസ് ടു പ്രിവെൻറ്റ് ദ ഇൻക്രീസിംഗ് ഫീമെയിൽ ഫീറ്റിസൈഡ്സ് ഇറ്റ് ഈസ് നെസസറി ടു ബാൻ ദ ആംനിയോസെൻറ്റസിസ് ടെക്നിക് ഫോർ ഡിറ്റർമിനിങ് ദ സെക്സ് ഓഫ് എ ചൈൽഡ്. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ, LH surge induces the rupture of Graafian follicle. LH surge എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ഓവുലേഷൻ ഡേ ആകുമ്പോഴേക്കും, ഓവം പുറമേക്ക് വരുന്ന ഒരു ഓവുലേഷൻ ഡേ, ഒരു 14th ഡേ ഒക്കെ ആകുമ്പോഴേക്കും ലൂട്ടനൈസിങ് ഹോർമോൺ, LH എന്ന് പറഞ്ഞാൽ ലൂട്ടനൈസിങ് ഹോർമോൺ, അതിൻ്റെ ലെവല് വളരെ കൂടുന്ന ഒരവസ്ഥയുണ്ട്. അതിനാണ് LH സർജ് എന്ന് പറയുന്നത്. ഇതിനെയാണ് LH സർജ് എന്ന് പറയുന്നത്. വിച്ച് ഗ്ലാൻഡ് പ്രൊഡ്യൂസ് LH? വിച്ച് ഗ്ലാൻഡ് പ്രൊഡ്യൂസ് LH? LH പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഏത് ഗ്ലാൻഡാണ്? പിറ്റ്യൂട്ടറി ഗ്ലാൻഡാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു അല്ലേ, LHും FSHും ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് പിറ്റ്യൂട്ടറി ഗ്ലാൻഡാണ്. ഒരു ക്വസ്റ്റ്യൻ കൂടി ഉണ്ട് അതിൽ, വിച്ച് ഡേ LH സർജ് ഹാപ്പൺ? ഏത് ദിവസമാണ് LH സർജ് നടക്കുന്നത്? അതായത് LH അതിൻ്റെ ഏറ്റവും പീക്ക് ലെവലിൽ എത്തുന്നതിനെയാണ് LH സർജ് എന്ന് പറയുന്നത്. നടക്കുന്നത് 14th ഡേ ആണ്. ഓക്കെ, ദെൻ LH ലെവൽ റീച്ച് ഇറ്റ്സ് പീക്ക് on the 14th day. മറ്റൊരു ക്വസ്റ്റ്യൻ, നമ്പർ ഓഫ് സ്പെർമാറ്റിഡ്സ് പ്രൊഡ്യൂസ് ഫ്രം 25 പ്രൈമറി സ്പെർമറ്റോസൈറ്റ്സ് ആർ ഡാഷ്. ആൻസർ 100. ഇനി അടുത്തതായി പറയുന്നത് നമ്മുടെ സെക്കൻഡ് ചാപ്റ്ററിൽ ഹ്യൂമൻ റീപ്രൊഡക്ഷൻ അല്ല, അടുത്തൊരു ചാപ്റ്ററും കൂടിയുണ്ട് നമുക്കല്ലേ, ഈ ഒരു റീപ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ട് റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് എന്നുള്ളൊരു ചാപ്റ്ററും കൂടി നമുക്ക് പഠിക്കാനുണ്ട്. ആ ചാപ്റ്ററിൽ വരുന്ന ഒരു ക്വസ്റ്റ്യനാണ് അടുത്തതായിട്ട് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ആ ഒരു ചാപ്റ്ററിലുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ അടുത്ത ക്ലാസ്സുകളിലൊക്കെ ആയിട്ട് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യും. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്കൊന്ന് നോക്കാം. സ്റ്റെറിലൈസേഷൻ ഇൻ മെയിൽ, ഇതിനെ നമുക്ക് വാസക്ടമി എന്ന് പറയാം. അതുപോലെ തന്നെ സ്റ്റെറിലൈസേഷൻ ഇൻ ഫീമെയിൽ ഇറ്റ് ഈസ് കോൾഡ് എസ് ട്യൂബക്ടമി.
അല്ലേ? അതായത് ഫീമെയിലിൽ ആണെങ്കിലും മെയിലിലാണെങ്കിലും 2 സർജിക്കൽ മെത്തേഡ്സ് ഉണ്ട്. പ്രഗ്നൻസി എന്നുള്ള കണ്ടീഷൻ ഇല്ലാതാക്കുന്നതിന് വേണ്ടിയിട്ടായിട്ടുള്ള 2 സർജിക്കൽ മെത്തേഡ്സ് ഉണ്ട്. അതാണ് വാസക്ടമിയും ട്യൂബക്ടമിയും. വാസക്ടമി മെയിലിലാണ് ചെയ്യുന്നത്, ട്യൂബക്ടമി ഫീമെയിലാണ് ചെയ്യുന്നത്. അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇവിടെ 2 ഡയഗ്രാം കൊടുത്തിട്ടുണ്ട്. മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റവും ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റവും. ഈ 2 ഡയഗ്രാംസും ലാബിൽ ചെയ്യാനായിട്ട് പഠിക്കുക. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ, ഇവിടെ ഒരു ഡയഗ്രാം കൊടുത്തിട്ടുണ്ട്. ഇറ്റ് ഈസ് ദ സെക്ഷണൽ വ്യൂ ഓഫ് ഓവറി. ഓവറിയുടെ സെക്ഷണൽ വ്യൂ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇത് ബേസ് ചെയ്തുകൊണ്ട് 3 ക്വസ്റ്റ്യൻസും ചോദിച്ചിട്ടുണ്ട്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഓൺ വിച്ച് ഡേ ഓഫ് മെൻസ്ട്രൽ സൈക്കിൾ ഗ്രാഫിയൻ ഫോളിക്കൽ റപ്ചർ? റൂമിലേക്ക് വരുന്നത് 14th ഡേ ആണ് അല്ലേ? അതിന് ഓവുലേഷൻ എന്ന് പറയുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, നെയിം ദ പ്രോസസ് ഇൻഡ്യൂസസ് ദ റപ്ചർ ഓഫ് ഗ്രാഫിയൻ ഫോളിക്കൽ. ഗ്രാഫിയൻ ഫോളിക്കൽ റപ്ചർ ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ? പൊട്ടിപ്പോവുക. പൊട്ടിപ്പോകുന്ന ആ ഒരു പ്രോസസ്സിനെ പറയുന്ന പേരാണ് ഓവുലേഷൻ. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ, റൈറ്റ് ദ നെയിം ആൻഡ് ഫങ്ഷൻ ഓഫ് ദി സ്ട്രക്ചർ ഫോമിങ് ഇൻസൈഡ് ദ ഓവറി ആഫ്റ്റർ റപ്ചർ ഓഫ് ഗ്രാഫിയൻ ഫോളിക്കൽ. അതായത് ഗ്രാഫിയൻ ഫോളിക്കൽ നിന്നും ഓവം പുറമേക്ക് റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഗ്രാഫിയൻ ഫോളിക്കൽ പിന്നെ എന്ത് സ്ട്രക്ചറായിട്ടാണ് മാറുന്നത്? റൈറ്റ് ദ നെയിം ആൻഡ് ഫങ്ഷൻ ഓഫ് ദി സ്ട്രക്ചർ ഫോമിങ് ഇൻസൈഡ് ദ ഓവറി ആഫ്റ്റർ റപ്ചർ ഓഫ് ഗ്രാഫിയൻ ഫോളിക്കൽ. ആ സ്ട്രക്ചറിനെ ഗ്രാഫിയൻ ഫോളിക്കൽ എന്തായിട്ട് മാറുന്നു? കോർപ്പസ് ലൂട്ടിയം ആയിട്ട് മാറുന്നു. ഇനി കോർപ്പസ് ലൂട്ടിയത്തിൻ്റെ ഫങ്ഷൻ അത് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുള്ളതാണ്. പ്രൊജസ്ട്രോൺ എന്ന് പറയുന്ന ഹോർമോൺ സെക്രീറ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത് കോർപ്പസ് ലൂട്ടിയമാണ്. ഇത്രയും കാര്യങ്ങളാണ് ഹ്യൂമൻ റീപ്രൊഡക്ഷൻ എന്നുള്ള ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ ക്വിക്ക് റിവിഷൻ സീരീസ് എന്നുള്ള രീതിയിലാണ് നമ്മൾ ഈ വീഡിയോ ക്ലാസ്സുകൾ ചെയ്യുന്നത്. അപ്പോൾ ആദ്യത്തെ ചാപ്റ്റർ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ആരെങ്കിലും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക, അതുപോലെ തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് മാക്സിമം ഷെയർ ചെയ്യുക. ഓക്കെ. അപ്പോൾ നമുക്ക് ഇന്നത്തെ ഈ ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. അടുത്ത ക്ലാസ്സിൽ നമുക്ക് റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് എന്നുള്ള ചാപ്റ്ററിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം. Thank you.